Netflix co-CEO Ted Sarandos announcing today that the streamer will buy Warner Brothers Studios, HBO Max, and HBO, in a deal valued at nearly $83 billion. In a world where people have so many choices, more choices than ever, how to spend their time, we can't stand still. We need to keep innovating and investing in stories that matter most to audiences. ഒരു സെപ്റ്റംബർ ദിവസം കാലിഫോർണിയയിൽ നിന്നും ടെക്സസിലെ ദല്ലാസ് എന്ന സ്ഥലത്തെ ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഒരു 3 പേർ എത്തുകയാണ്. ബ്ലോക്ക് ബസ്റ്ററിന്റെ സിഇഒ ജോൺ ആന്റിഗോയുമായുള്ള കൂടിക്കാഴ്ചയിൽ തങ്ങളുടെ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഞങ്ങളുടെ കമ്പനി ഏറ്റെടുക്കാമെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനിയുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടത് തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നും ഇവർ മുന്നോട്ട് വെച്ചു. എന്നാൽ ഇവിടെ ബ്ലോക്ക് ബസ്റ്ററിന്റെ സിഇഒ ജോൺ ആന്റിഗോ മുന്നോട്ട് വെച്ചത്, ഇനി നിങ്ങളുടെ കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്ന ആന്റിഗോയുടെ ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി എന്നത് $50 മില്യൺ ആണ്. ഇത് കേട്ട ബ്ലോക്ക് ബസ്റ്റർ സിഇഒയും മറ്റ് അംഗങ്ങളും ചിരിക്കാൻ തുടങ്ങി. അവരുടെ ഓഫർ നിരസിച്ച് പരിഹാസ്യരായി ആ 3 പേരും അവിടെ നിന്ന് തിരികെ കാലിഫോർണിയയിലേക്ക് മടങ്ങി. അന്ന് $50 മില്യൺ എന്ന ഓഫർ നിരസിച്ച അല്ലെങ്കിൽ പരിഹസിച്ച ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനി 2010 സെപ്റ്റംബർ 23 സാമ്പത്തിക പ്രതിസന്ധി മൂലം അടച്ചുപൂട്ടുകയും ചെയ്തു. എന്നാൽ അന്ന് $50 മില്യൺ ഓഫറുമായി ബ്ലോക്ക് ബസ്റ്ററിൽ വന്ന് പരിഹസിച്ച് വിട്ട ആ 3 പേർ എന്നത് നെറ്റ്ഫ്ലിക്സിന്റെ സിഇഒയായ റീഡ് ഹാസ്റ്റിങ്സും കോ ഫൗണ്ടറായിരുന്ന മാർക്ക് റാൻഡോൾഫും നെറ്റ്ഫ്ലിക്സിന്റെ CFOയുമായിരുന്നു ആ 3 പേർ എന്നത്. അവിടെ നിന്ന് നെറ്റ്ഫ്ലിക്സിന്റെ ഇപ്പോഴത്തെ ഒരു വർഷത്തെ റവന്യൂ എന്നത് ഏകദേശം $45 മില്യൺ ആണ്. എങ്ങനെയാണ് അത്രയും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നൊരു കമ്പനിക്ക് ഇത്രയും വലിയ രീതിയിലേക്ക് വളരാൻ കഴിഞ്ഞത്? ഇവിടെ എന്താണ് ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനിക്ക് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ തുടക്കം മുതലേ അറിയേണ്ടതുണ്ട്. നമുക്കതിലേക്ക് പോകാം. ഇന്റർനെറ്റ് ഒന്നും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു 1997 കാലഘട്ടം. എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അതിവേഗത്തിൽ വളരുന്ന സമയം. സിനിമകൾ കാണാനായി ഷോപ്പുകളിൽ നിന്ന് റെന്റൽ DVDകളെ ആശ്രയിച്ചിരുന്ന ഒരു കാലം. അന്ന് ബ്ലോക്ക് ബസ്റ്ററാണ് റെന്റൽ DVDകൾ വിറ്റിരുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പനി എന്നത്. അന്ന് തന്നെ ഏകദേശം $3.91 ബില്യൺ ആയിരുന്നു ബ്ലോക്ക് ബസ്റ്ററിന്റെ വരുമാനം എന്നത്. ഏകദേശം 1000ഓളം ഷോപ്പുകളും 85,000ഓളം ജീവനക്കാരും അവിടെ ജോലി ചെയ്തിരുന്നു. 1997 ഓഗസ്റ്റ് 29 റീഡ് ഹാസ്റ്റിങ്സും മാർക്ക് റാൻഡോൾഫും കൂടി നെറ്റ്ഫ്ലിക്സ് എന്ന കമ്പനിക്ക് തുടക്കം കുറിച്ചു. നെറ്റ്ഫ്ലിക്സ് തുടങ്ങി ഓരോ വർഷം കഴിയുമ്പോഴും വലിയ രീതിയിൽ സബ്സ്ക്രിപ്ഷനുകളും വലിയ രീതിയിൽ വരുമാനവും കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് നെറ്റ്ഫ്ലിക്സ് എന്ന കമ്പനി ആളുകൾക്കിടയിൽ വലിയ ചർച്ചയായി മാറി എന്നതാണ്. ഏകദേശം 3 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് 2000 വർഷമായപ്പോഴത്തേക്ക് നെറ്റ്ഫ്ലിക്സിനുണ്ടായിരുന്നത്. ബ്ലോക്ക് ബസ്റ്റർ എന്ന വലിയ കമ്പനി മാത്രം നിന്നിരുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് നെറ്റ്ഫ്ലിക്സ് ഈ വളരെ ചെറിയ സമയം കൊണ്ട് ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനി റെന്റലായി ആണ് സിനിമകൾ കൊടുത്തിരുന്നത്. അതും അവരുടെ ഷോപ്പിൽ പോയത് വാങ്ങേണ്ടിയിരുന്നു എന്നതാണ്. അതുമാത്രമല്ല വളരെ വലിയ ലേറ്റ് ഫീകളും അവർ ചുമത്തിയിരുന്നു എന്നതാണ്. എന്നാൽ ഇവിടെ നെറ്റ്ഫ്ലിക്സ് ചെയ്തിരുന്നത് ഓർഡർ ചെയ്യുന്ന സിനിമകളുടെ DVD പോസ്റ്റൽ വഴി അവർക്ക് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ലേറ്റ് ഫീകളും ഇല്ല എന്നതും ഒരു DVDക്ക് ഫീ എന്നതിൽ നിന്നും അൺലിമിറ്റഡ് DVD സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിലേക്ക് നെറ്റ്ഫ്ലിക്സ് മാറി ചിന്തിക്കുകയും ഇത് വലിയ രീതിയിൽ കസ്റ്റമേഴ്സിനെ കൂടുതൽ നെറ്റ്ഫ്ലിക്സിലേക്ക് വരാൻ സഹായിക്കുകയും ചെയ്തു എന്നതാണ്. എന്നാൽ 2000 വർഷത്തിലോടടുത്തപ്പോൾ നെറ്റ്ഫ്ലിക്സ് സാമ്പത്തികമായി നഷ്ടത്തിലാവാൻ തുടങ്ങിയിരുന്നു. അതായത് 36 മില്യണോളം വരുമാനം ഉണ്ടായിരുന്നെങ്കിലും ഏകദേശം 94 മില്യണോളം ചെലവ് കമ്പനിക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് 58 മില്യണോളം നഷ്ടത്തിലാണ് നെറ്റ്ഫ്ലിക്സ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇതിന് പ്രധാന കാരണമെന്നത് പോസ്റ്റൽ വഴിയുള്ള ചിലവുകളും DVDകൾ തിരികെ എത്താത്തതും അതിനുവേണ്ടി വലിയ രീതിയിലുള്ള ചിലവ് നടത്തുന്നത് നെറ്റ്ഫ്ലിക്സിന് വലിയ രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കി എന്നതാണ്. അതുകൊണ്ട് തന്നെ നഷ്ടം മാത്രമുള്ള കമ്പനിയിലെ നിക്ഷേപകരെല്ലാം പോയതോടുകൂടി നെറ്റ്ഫ്ലിക്സ് ഏകദേശം തകർച്ചയുടെ വക്കിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴും ലേറ്റ് ഫീയിൽ നിന്ന് ഈടാക്കിയ വലിയ തുക ലാഭം പിടിച്ചുകൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ എന്ന കമ്പനി വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. നെറ്റ്ഫ്ലിക്സിന് ഇനി ആകെയുള്ളത് ബ്ലോക്ക് ബസ്റ്ററിന്റെ സഹായം തേടുക എന്നത് മാത്രമായിരുന്നു. നെറ്റ്ഫ്ലിക്സ് സിഇഒയും കോ ഫൗണ്ടറും CFOയും കൂടി ബ്ലോക്ക് ബസ്റ്റർ കമ്പനിയുമായി ഒരു മീറ്റിംഗ് നടത്തുകയും ബ്ലോക്ക് ബസ്റ്റർ നെറ്റ്ഫ്ലിക്സിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ റെന്റൽ ബിസിനസ് പോസ്റ്റൽ വഴി അയക്കുന്നതിനെ സഹായിക്കുകയും ഇന്റർനെറ്റ് വഴിയുള്ള ബിസിനസ് വളർത്താൻ സഹായിക്കാമെന്നും നെറ്റ്ഫ്ലിക്സ് മുന്നോട്ട് വെച്ചു. ഏകദേശം $50 മില്യൺ ആണ് നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ കമ്പനിക്ക് ഇട്ടിരുന്ന വില എന്നത്. എന്നാൽ ഇത് കേട്ട ബ്ലോക്ക് ബസ്റ്റർ സിഇഒയും അംഗങ്ങളും പരിഹാസത്തോടെ ചിരിക്കുകയും ആ ഡീൽ അവർ നിരസിക്കുകയും ചെയ്തു. മെയ് 22, 2002
നെറ്റ്ഫ്ലിക്സ് അവരുടെ IPO അനൗൺസ് ചെയ്യുകയും അവരുടെ ഒരു ഷെയറിന് $15 പ്രൈസ് സെറ്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 5.5 മില്യൺ ഷെയറുകളാണ് അവർ ഓഫർ ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം ഓരോ ദിവസം കഴിയുമ്പോഴും നെറ്റ്ഫ്ലിക്സ് സ്റ്റോക്കുകൾക്ക് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്തു. സ്റ്റോക്ക് പ്രൈസുകൾ വലിയ രീതിയിൽ താഴേക്ക് പോവുകയും ചെയ്തു. എന്നാൽ 2000 മുതൽ ഈ കഥയൊക്കെ മാറിമറിയുകയാണ്. ഏകദേശം 1 മില്യണോളം സബ്സ്ക്രൈബേഴ്സിലേക്കാണ് നെറ്റ്ഫ്ലിക്സ് എത്തുന്നത്. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്റ്റോക്കുകളും അന്ന് വലിയ രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. Q3 ആകുമ്പോൾ, അതായത് 9 മാസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 3.3 മില്യൺ ലാഭത്തിലെത്താൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ്. ഇത് 2005 ആകുമ്പോഴേക്കും ഒരു ദിവസം 1 മില്യണോളം DVDകളാണ് നെറ്റ്ഫ്ലിക്സ് ഷിപ്പ് ചെയ്തിരുന്നത്. തുടർന്ന് 2007 നെറ്റ്ഫ്ലിക്സ് അന്ന് വരെ എല്ലാവരും തുടർന്നിരുന്ന DVD റെന്റൽ മോഡലിൽ നിന്നും ഓൺലൈൻ സ്ട്രീമിങ്ങിന് തുടക്കമിടുന്നത്. അതായത് ഇനി മുതൽ ഓർഡർ ചെയ്ത് DVD നോക്കിയിരിക്കേണ്ട താമസമില്ല എന്നതാണ്. അതായത് ഒറ്റ ക്ലിക്കിൽ തന്നെ ഏത് സിനിമയും ഏത് സമയത്തും കാണാൻ കഴിയുന്ന ഒരു രീതിയാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ എല്ലാ ആളുകളും ഈ സ്ട്രീമിംഗ് രീതിയിലേക്ക് മാറണമെന്നില്ല എന്ന് മനസ്സിലാക്കിയ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിങ്ങിനോട് കൂടി തന്നെ DVD റെന്റലുകളും തുടരുകയും ചെയ്തു. ഇതിനിടയിൽ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ് രീതികൾ മാറ്റാതെ അങ്ങനെ തുടർന്ന ഒരു സമയത്ത് നെറ്റ്ഫ്ലിക്സിനെ വരെ പരിഹസിച്ച ബ്ലോക്ക് ബസ്റ്റർ ബാങ്ക്രപ്സി നേരിടുകയും 2014 എല്ലാ സ്റ്റോറുകളും അടയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് തന്നെ നെറ്റ്ഫ്ലിക്സ് ഏകദേശം 190 രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ് വളർത്തുകയും ചെയ്തു എന്നതാണ്. എന്നാൽ റെന്റൽ സിനിമകളിൽ നിന്ന് എന്തുകൊണ്ട് സ്വന്തമായി സിനിമകളും സീരീസുകളും നിർമ്മിച്ചുകൂടാ എന്ന തീരുമാനത്തിൽ നിന്നാണ് 2013 നെറ്റ്ഫ്ലിക്സ് ആദ്യ സീരീസായ ഹൗസ് ഓഫ് കാർഡ്സ് റിലീസ് ചെയ്യുന്നത്. അതൊരു വലിയ ഹിറ്റായി തന്നെ മാറിയിരുന്നു എന്നതാണ്. തുടർന്ന് 2007 കോമിക് കണ്ടന്റുകൾ നിർമ്മിക്കുന്ന മിലാർ വേൾഡ് എന്ന കമ്പനിയെ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കുകയും തുടർന്ന് ഒറിജിനൽ കണ്ടന്റ് എന്ന ഒരു രീതിയിലേക്ക് നെറ്റ്ഫ്ലിക്സ് മാറുകയും ചെയ്തു. COVID-19 സമയത്ത് ഏകദേശം 26 മില്യണോളം സബ്സ്ക്രൈബേഴ്സാണ് നെറ്റ്ഫ്ലിക്സിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. തുടർന്നിറക്കിയ സ്ട്രേഞ്ചർ തിങ്സ്, മണി ഹേസ്റ്റ് പോലെയുള്ള വലിയ സീരീസുകൾ വലിയ ഹിറ്റ് ആകുകയും ചെയ്തു. ഇനി നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് വരാൻ പോകുന്നത് ഈ വർഷമാണ്. വാർണർ ബ്രോസ്, ഡിസ്കവറി സ്റ്റുഡിയോസ്, HBO മാക്സ് എന്നിവയെ കൂടി നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുക്കുകയാണ്. അതും $82.7 ബില്യൺ. DVD റെന്റലുകളിൽ നിന്ന് തുടങ്ങി അടച്ചുപൂട്ടലിന്റെ വക്കിൽ വരെ എത്തിയ ഒരു കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റുഡിയോകളെ വരെ ഏറ്റെടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരായി മാറിയത് അവർ കൃത്യമായി സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയതും കൃത്യമായ തീരുമാനങ്ങളുടെ കൂടി ഫലമാണ്.